എക്സാമിൻ്റെ SSLCയുടെ ടൈം ടേബിൾ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മുടെ കുറച്ച് ദിവസങ്ങളൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണുള്ളത്. കാരണം ഒരു ദിവസം 2 എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് 13-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ദിവസവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് 1ാം ഭാഷ പേപ്പർ 1 രാവിലെയും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഹിന്ദിയാണ് ലാംഗ്വേജ് ആണ് ആ ദിവസം വരുന്നത്. പിന്നെ വെള്ളിയാഴ്ച നമുക്ക് 1ാം ഭാഷ പേപ്പർ 2 രാവിലെയും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് കെമിസ്ട്രിയാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ നമുക്ക് തിങ്കളാഴ്ച നിങ്ങൾക്ക് ഒരു സാറ്റർഡേ സൺഡേ ലീവൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ മാത്രമേ എക്സാം ഉള്ളൂ. അന്നൊരു ദിവസം ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ഇംഗ്ലീഷാണ് വരുന്നത്. പക്ഷേ ചൊവ്വാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രാവിലെ നമുക്ക് സാമൂഹ്യശാസ്ത്രമാണ്. ആൻഡ് ബുധനാഴ്ചയും നമുക്ക് ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ, ഗണിതം, അതും രാവിലെയാണ്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റത്തെ എക്സാം നിങ്ങൾക്ക് എന്താണ്, ഫിസിക്സ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയും. ഓക്കെ, അപ്പം ഈ 2 സബ്ജക്ട്സിൻ്റെ കാര്യവും അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദി 1ാം ഭാഷ പേപ്പർ 2 കെമിസ്ട്രി, അതായത് നമ്മുടെ സയൻസ് സബ്ജക്ട്സിനൊക്കെ ഏകദേശം ഒരു ദിവസം 2 പരീക്ഷയുള്ള ദിവസങ്ങളിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ മക്കൾ പ്ലാൻ ചെയ്യുക. പഠിച്ചു തുടങ്ങാത്ത സബ്ജക്ട്സിൻ്റെ പഠിക്കുക. ഇനി ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, ബസ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല, ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. നാളെ അതായത് ജൂലൈ 30 നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ് 10 SSLC ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ്റെ ലൈവ് ഉണ്ട്. അപ്പോൾ ആ ലൈവ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഇനി ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ ലൈവിൽ വരാം. ഓക്കെ.